മിക്ക വീടുകളിലും കാണാം ഇതേപോലെ ഒരച്ഛനെ ശാഠ്യവും ദുർവാശിയും കാണിക്കുന്ന ഒരാൾ. മക്കളോട് ഇടക്ക് അയാൾ കോപാകുലനാവും. സകല മനുഷ്യന്റെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വാർദ്ധക്യമെന്ന യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യർ നേരിടേണ്ടി വരുന്ന സന്ദിഗ്ധതകളും ആശയക്കുഴപ്പങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. പ്രായാധിക്യത്തിന്റെ ആശയക്കുഴപ്പത്തിൽ ഒരാൾ എങ്ങനെയാണ് വാർദ്ധക്യത്തെ വിജയകരമായി നേരിടുക? മകളെ മറക്കുക, അവളുടെ വാക്കുകൾക്ക് സ്ഥിരതയില്ലെന്ന് തോന്നുക, താമസിക്കുന്ന ഫ്ളാറ്റിന്റെ നിറവും ഫർണിച്ചറും മാറിയതായി തോന്നുക, മകൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും മരുമകനെ അപരിചിതനായി തോന്നുകയും ചെയ്യുക. ഓർമ്മകൾ പാതി മരിക്കുമ്പോൾ ആന്റണി എന്ന വൃദ്ധൻ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളിലൂടെയും പ്രേക്ഷകരെ കൈപിടിച്ച് നടത്തുകയാണ് ഈ ചിത്രം. ഫ്ലോറിയൻ ജെല്ലർ സംവിധാനം ചെയ്ത 1 മണിക്കൂർ 37 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള മനോഹരമായ ചിത്രമാണ് ദി ഫാദർ. സർ ആന്റണി ഹോപ്കിൻസിന് മികച്ച നടനുള്ള ഓസ്കർ പുരസ്കാരം നേടിക്കൊടുത്ത ദി ഫാദർ മുഴുവൻ മനുഷ്യരും നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന ജീവിത സന്ദർഭമാണ്. സമാനതകളില്ലാത്ത സൂക്ഷ്മാഭിനയമാണ് ആന്റണി ഹോപ്കിൻസിന്റെ പ്രത്യേകത. നേരത്തെ 1991 ദി സൈലൻസ് ഓഫ് ലാംസ് എന്ന ചിത്രത്തിൽ ഇദ്ദേഹത്തിന് ഓസ്കർ ലഭിച്ചിരുന്നു. മിതത്വത്തിന്റെ ശരീരഭാഷയുടെ അഭിനയ കൊടുമുടി കയറിയ നടനാണ് ആന്റണി ഹോപ്കിൻസ്. ദി ഫാദറിൽ ഒറ്റപ്പെടലിന്റെ വേദനയുണ്ട്. മകളുടെ സ്നേഹ പരിചരണത്തിൽ പോലും സന്ദേഹത്തിന്റെയും സംശയത്തിന്റെയും ഒരു പാളിയുണ്ട്. കുടഞ്ഞുകളയാൻ കഴിയാത്ത മകളുടെ ചേർത്ത് പിടിക്കലുണ്ട്. അമ്മയെ കാണണമെന്ന് വാശി പിടിക്കുന്ന ഈ ജ്ഞാനവൃദ്ധൻ ഹൃദയത്തിൽ നിന്നും ഇറങ്ങിപ്പോകില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ഓർമ്മകളുടെ ഇലകൾ കൊഴിഞ്ഞുപോയെന്ന് ദുഃഖത്തോടെ കണ്ണീർ വാർക്കുന്ന ആന്റണിയെ ആരും മറക്കില്ല. ആന്നെ അനശ്വരയാക്കിയ ഒലിവിയ കോൾമാനും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഹൃദയം കൊണ്ട് മാത്രം കാണേണ്ട ചില സിനിമകളില്ലേ, അത്തരത്തിലൊന്നാണ് ദി ഫാദർ.